കൂട്ടുകാരെ നമസ്കാരം. അവൽ വിളയിച്ചതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അവൽ വിളയിച്ചത് തയ്യാറാക്കുന്നതിനായി ആദ്യം ശർക്കര പാനി തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അതിനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ഇടുകയാണ്. ഇനി ഉണ്ട ശർക്കരയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഏകദേശം 200 ഗ്രാം കണക്കിന് എടുക്കുക. ഇനി 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് അടുപ്പ് ഓൺ ചെയ്യുകയാണ്. ഡയാബ്ലിക്സിൻ്റെ ശർക്കരപ്പൊടിയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് ഡയബറ്റിക് ഫ്രണ്ട്ലിയാണ്. താഴെ കാണുന്ന ലിങ്കിലൂടെ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഓൺലൈനായി വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ സാധാരണ ശർക്കരയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് പാനിയാക്കുമ്പോൾ നമ്മളത് അരിച്ചു വേണം ഉപയോഗിക്കുവാനായിട്ട്. കാരണം അതിൽ കരടൊക്കെ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ ഇതിൽ അങ്ങനെയുള്ള കരടുകളൊന്നും ഇല്ല. ഇപ്പോൾ പാനി റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുകയാണ്. ഇനി അവൽ വിളയിച്ചതിലേക്ക് ആവശ്യത്തിനുള്ള നട്ട്സുകളൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു ചെറിയ ഫ്രൈ പാൻ എടുത്തിരിക്കുന്നു. അതിലേക്ക് 1 ടീസ്പൂൺ കണക്കിന് നെയ്യ് ഒഴിക്കുകയാണ്. നെയ്യ് ചൂടാവുമ്പോൾ 1/4 കപ്പ് പൊട്ടുകടല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി 1/4 കപ്പ് മുന്തിരി ഇടുകയാണ്. 1/4 കപ്പ് കാഷ്നട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നു. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ കണക്കിന് എള്ള് എടുക്കുകയാണ്. സാധാരണ കറുത്ത എള്ള് ആണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. ഞാനിവിടെ എടുക്കുന്നത് വെളുത്ത എള്ളാണ്. ഇനി ഇത് ഒരുമിച്ച് മിക്സ് ചെയ്ത് ഇത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി റോസ്റ്റായി കഴിഞ്ഞു. ഇനി ഇത് അടുപ്പത്തു നിന്ന് മാറ്റിവെക്കാം. ഇനി അവൽ വിളയിച്ചത് തയ്യാറാക്കാം. അതിനായി ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കണക്കിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് 3 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മീഡിയം റോസ്റ്റ് ആക്കി എടുക്കാം. ഇപ്പോൾ ഇതൊരു മീഡിയം ലെവലിൽ റോസ്റ്റ് ആയിട്ടുണ്ട്. ഒരുപാട് ഡ്രൈ ആകാൻ പാടില്ല. ഈ സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് പാനിയിൽ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി മിക്സായി കഴിയുമ്പോൾ ഇതിലേക്ക് അവൽ ഇട്ട് കൊടുക്കാം. 400 ഗ്രാം അവലാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. ഡബിൾ ഹോഴ്സ് കമ്പനിയുടെ മട്ട റൈസ് അവലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കിത് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ ഓൺലൈനായി വാങ്ങാവുന്നതാണ്. ഇനി തീ സ്ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ശർക്കര പാനിയും അവലും ഇതെല്ലാം നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ എത്തത്തക്ക വിധത്തിൽ നമുക്ക് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇതിലേക്ക് ചേർക്കുകയാണ്. 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയാണ് ഇതിൽ ചേർക്കുന്നത്. ഇനി ഏലക്ക പൊടിച്ചതും 1/2 ടീസ്പൂൺ ഇതിലേക്ക് ചേർക്കുന്നു. 1/2 ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും കൂടി ചേർക്കുകയാണ്. വീണ്ടും ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഈ പൊടികൾ ചേർക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ചൂടാക്കേണ്ട ആവശ്യമില്ല. ഈ പൗഡറൊക്കെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തത്തക്ക വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സായി കഴിയുമ്പോൾ നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് എല്ലാം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അവൽ വിളയിച്ചത് റെഡിയായി കഴിഞ്ഞു. അതുപോലെ നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അവൽ വിളയിച്ചത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. ഷെഫ് ജോജി യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും പഴയ ഒരുപാട് വീഡിയോകളുണ്ട്. അതൊക്കെ കാണുവാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.